തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സതീശൻ, ഭാര്യ സിന്ധു എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് സൂചന. മേഘന മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. മേഘന, ഈ രണ്ട് മരണങ്ങളിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ അല്പസമയം മുന്നെയാണ് തിരുവനന്തപുരം കരമനയ്ക്കടുത്തുള്ള കാട്ടാൻവിള എന്ന സ്ഥലത്ത് സതീശൻ, ഭാര്യ സിന്ധു എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമ്മളിപ്പോൾ ആ സംഭവ സ്ഥലത്താണുള്ളത്. ഇതാണ് സതീശൻ്റെയും സിന്ധുവിൻ്റെയും വീട്. ഇവിടെയാണ്, ഈ വീട്ടിനുള്ളിലാണ് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. ഒരാളെ ആത്മഹത്യ ചെയ്ത നിലയിലും മറ്റൊരാളെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. പോലീസ് അടക്കം ഇതിൽ അന്വേഷണം നടത്തുന്നു. ഇതിൽ സ്ഥലം പരിശോധന നടത്തുകയാണ്. അതിൽ പ്രധാനമായും ഈ കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നത് സാമ്പത്തിക ബാധ്യതയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പോലീസിന്റെ ഒരു വിവരം നമുക്ക് എന്താണ് പറയുന്നത് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ആത്മഹത്യയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. സതീശൻ ഓട്ടോ ഡ്രൈവറായി ഈ പരിസരത്ത് ജോലി നോക്കുകയായിരുന്നു. അതിനിടയിൽ ഇന്ന് രാവിലെയാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സതീശന്റെ ഓട്ടോയാണ്. ഈ ഓട്ടോ ഉപയോഗിച്ച് ഉപജീവനം നടത്തുകയായിരുന്നു കുറച്ച് നാളായി സതീശൻ. അതിൽ കൂടുതൽ ആരോപണങ്ങളടക്കം രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു മരണം? കടബാധ്യത ബാങ്കുകാർ ഭീഷണിപ്പെടുത്തുകയും അവർ ലഫ്റ്റ് ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം വരികയും ചെയ്തു. അങ്ങനെ നിവൃത്തിയില്ലാതെ ഒരു ഭാര്യയും ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ്. ഒരുപാട് കടമുള്ളതായിട്ട് അറിയാമായിരുന്നു. 2.5 കോടി രൂപ കടം ഉണ്ടായിരുന്നു. അതിൽ ബാങ്കിനെതിരെ സമരം ചെയ്ത് ഗുണം പലിശ അടയ്ക്കുന്ന കംപ്ലീറ്റ് പലിശയാണ്. അവർ വീത പലിശ എന്ന് പറഞ്ഞ് മുതലടച്ചാൽ പോലും അതിൽ വരില്ല. കംപ്ലീറ്റ് പലിശയിലാണ് അവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജീവിതം മടുത്ത് അവർ ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ബാങ്കുകാർ ചെയ്യുന്ന വലിയ ദ്രോഹപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ബാങ്ക് മാനേജർ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലേ? അവൻ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് വന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പേ ബാങ്കുകാർ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി. ഇത് ഒട്ടിക്കാനൊക്കെ പോയി, ജപ്തി ചെയ്തതേ. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ സമ്മതിച്ചില്ല, ഒട്ടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവർ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒട്ടിക്കുമെങ്കിൽ ഇപ്പം നിങ്ങൾ ചാവുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഒരു ബാങ്കുകാർ തിരിച്ചു പോയത്. ഇത്രയും ഭീമമായ തുക എടുത്തിട്ടുണ്ടായിരുന്നല്ലോ? അത് ഇത്ര രൂപയെല്ലാം എടുത്തില്ല, കുറച്ച് രൂപയാണ് ഓടി എടുത്തിരുന്നത്. അതും അവർ എൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് കോർപ്പറേഷൻ വർക്കായിരുന്നു. 10 ലക്ഷത്തിൻ്റെ ഓടിയാണ് എടുത്തത്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഒരു കൂട്ടി വെച്ചാണ്. അപ്പോൾ പുള്ളിക്ക് നേരെ വായിക്കാനെന്ന് പറഞ്ഞൂടാ. ആ പുള്ളിയെ കൊണ്ട് ഒരു ദിവസം അവർ ഒരു പേപ്പറിൽ 2-3 പേപ്പറിൽ ഒപ്പിടിപ്പിച്ച്, എന്നിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടി ചേർത്താണ് ഇവർ 2 കോടി ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത് മുതൽ. ഏത് ബാങ്കായിരുന്നു? ഇവിടെ നിന്നാണ് ലോൺ എടുത്ത? SBI എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജപ്തി ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ജപ്തി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പിന്നെ അവർ തിരിച്ചു പോയി. 85 ലക്ഷം അടയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് അവർ ബാങ്ക് കൂട്ടാക്കില്ല, തയ്യാറായില്ല. അതാണോ കാരണം? രണ്ട് വീടും ലോണിലാണ്. സിന്ധു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സിന്ധു എപ്പോഴും ലോണിൻ്റെ കാര്യത്തിൽ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും കാണുമ്പോൾ പറയുമായിരുന്നു. ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. ഇത് സിന്ധുവിൻ്റെയും സതീശൻ്റെയും വീട്. തൊട്ടടുത്ത് സഹോദരൻ്റെ വീടുണ്ട്. അങ്ങനെ ഇവർ നല്ല രീതിയിൽ താമസിച്ചു പോരുന്നവരായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ സാമ്പത്തിക ബാധ്യത വന്നതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ആത്മഹത്യയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പോലീസ് അടക്കം സ്ഥലത്തെത്തി, കരമന പോലീസ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂ. എന്തായാലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ഈ ബാങ്കിനെതിരെ അടക്കം, ഇവർ ആദ്യഘട്ടത്തിൽ ലോൺ എടുത്തിരുന്ന ബാങ്കിനെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ബാങ്ക് മാനേജർ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന ആരോപണം. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.